രാഷ്ട്രത്തിനു വേണ്ടി ഭരണഘടന തയ്യാറാക്കിയയാളാണ് വിരമിച്ച മേജർ രമേശ് ഉപാധ്യായ. 2008 ഫരീദാബാദിൽ ചേർന്ന ആലോചനാ യോഗത്തിലാണ് ഉപാധ്യായയും പുരോഹിതും ചേർന്ന് ഹിന്ദു രാഷ്ട്രത്തിനുള്ള പ്രത്യേക ഭരണഘടന തയ്യാറാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. അഭിനവ് ഭാരത് സംഘടനയുടെ വർക്കിംഗ് പ്രസിഡന്റും ഉപാധ്യായായിരുന്നു. അജയ് രഹിർക്കർ എന്ന വ്യവസായിയായിരുന്നു അന്ന് ഈ അഭിനവ് ഭാരതിന്റെ ട്രഷറർ. സ്ഫോടനം നടത്താനുള്ള ഗൂഢാലോചന യോഗത്തിലും രഹിർക്കർ പങ്കെടുത്തു. കർക്കറയെടുത്ത കേസിൽ 2 വർഷത്തോളം ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കുകയും ചെയ്തു രഹിർക്കർ. ആയുധങ്ങൾ വാങ്ങിയതിന് രഹിർക്കർ പണം ചെലവഴിച്ചു എന്നതിനുള്ള തെളിവും കർക്കറെ ശേഖരിച്ചിരുന്നു. എന്നാൽ വാങ്ങിയ ആയുധങ്ങൾ സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ രഹിർക്കറുടെ പങ്ക് തെളിയിക്കപ്പെട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. ആയുധങ്ങൾ വാങ്ങി എന്നത് ശരിവച്ചെങ്കിലും അത് ഉപയോഗിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ കുറ്റവിമുക്തനാക്കുന്നു എന്നാണ് വിധി. നാസിക്കിൽ താമസിച്ചിരുന്ന സുധാകർ ചതുർവേദിയാണ് അഭിനവ് ഭാരത് സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകൻ. സൈന്യത്തിന് വിവരങ്ങൾ കൈമാറുന്ന ഏജന്റ് എന്നാണ് സ്വയം പരിചയപ്പെടുത്തിയിരുന്നത്. ഇന്ത്യയുടെ മിലിറ്ററി ഇന്റലിജൻസുമായി അടുത്ത ബന്ധവുമുണ്ടെന്ന് ചതുർവേദി അവകാശപ്പെട്ടിരുന്നു. ചതുർവേദിയുടെ വീട്ടിൽ നിന്നും RDX കണ്ടെടുത്തെങ്കിലും അതിന്റെ ഉറവിടം തെളിയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് കോടതി വിധിയിലുള്ളത്. മറ്റൊരു പ്രതി സുധാകർ ദ്വിവേദിയാണ്. ഇയാളിൽ നിന്നും പിടികൂടിയ ലാപ്ടോപ്പിൽ ഗൂഢാലോചനയുടെ തെളിവുകൾ ഉണ്ടെന്നായിരുന്നു FIR-ൽ. എന്നാൽ അവ കുറ്റം സ്ഥാപിക്കാൻ പര്യാപ്തമല്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ.